നമസ്കാരം. SDP നാഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ള MK ഫൈസിയെ കഴിഞ്ഞ ദിവസം ദില്ലി എയർപോർട്ടിൽ നിന്ന് ED അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു വിഷയം ED തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നു. ആഗോള ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ആഗോള ഭീകരവാദ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ലോകത്തിലെ വിവിധ ഭീകരവാദ സംഘടനകളുമായിട്ട് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രാഷ്ട്രീയ മുഖം തന്നെയാണ് SDP എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ ED പറഞ്ഞു വെക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട്, പ്രത്യേകിച്ച് 2020 നിരവധി റെയ്ഡുകൾ PFIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഓഫീസുകളിലെല്ലാം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോഴിക്കോട് ഇവരുടെ ഓഫീസിൽ നിന്ന് നിർണായകമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ ED ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ NIAയും EDയും സംയുക്തമായിട്ട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതിൽ കൃത്യമായിട്ട് ED പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയാണ് SDP കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൽ ആര് സ്ഥാനാർത്ഥിയാകണം, ആര് ചുമതല വഹിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യകർത്താക്കളാണ്, സംസ്ഥാന ദേശീയ കാര്യകർത്താക്കളാണ്. അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ തന്നെയാണ് SDPIക്ക് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമുകളുടെ മുഴുവൻ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അതിലെ കൃത്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ഏത് തരത്തിൽ ഈ പരിപാടി നടത്തപ്പെടണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നതും പോപ്പുലർ ഫ്രണ്ടാണ്. എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രാഷ്ട്രീയ മുഖം തന്നെയാണ് SDP എന്നും, SDPയും പോപ്പുലർ ഫ്രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിലേക്കുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. കൂടാതെ ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ച ഒരു കേസുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് പണം എത്തിയിരിക്കുന്നതും, അതോടൊപ്പം തന്നെ ഒരുപാട് പണം, കോടിക്കണക്കിന് രൂപ ഈ PFIയുടെ നേതാക്കന്മാര് SDP നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് കൈമാറിയിട്ടുണ്ട്. അതിൽ അവസാനമായിട്ട് 4 കോടി രൂപ ഇപ്പോൾ SDPIക്ക് PFIയുടെ ആ ഒരു ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് അതിനെ ബാൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഇവർക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കൂട്ടത്തിൽ 3,76,00,000 രൂപ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനായിട്ട് PFIക്ക് അല്ലെങ്കിൽ PFI SDPIക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഷയമാണ് ED ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നമ്മൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ നിരോധനം ഏത് രീതിയിലാണോ ഇവിടെ നടത്തപ്പെട്ടത്, അതേ രീതിയിൽ തന്നെ SDPയും നിരോധിക്കപ്പെടാൻ പോവുകയാണ്. അതിൽ തർക്കമില്ല. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് നോട്ടമിട്ടുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനും രാജ്യത്ത് ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധി സംഘടനകളെ ഇതിനോടകം തന്നെ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ജമ്മു കാശ്മീർ, അതോടൊപ്പം തന്നെ ത്രിപുര, കൂടാതെ തന്നെ നോർത്ത് ഈസ്റ്റിലെ മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂർ, ഇപ്പൊ കേരളത്തിൽ വലിയ രീതിയിൽ സജീവമാണ് SDPയും അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനമായിട്ട് വലിയ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് രാജ്യവ്യാപകമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിലെ ചില സംസ്ഥാനങ്ങളിൽ, ഓരോ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില വിഘടനവാദ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലും ഇതേ സമാനമായിട്ടുള്ള ജമ്മു കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി കശ്മീരിനെ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. 5,000 കോടി രൂപയാണ് ജമാഅത്ത് ഇസ്ലാമി കശ്മീരിനെ നിരോധിച്ച സമയത്ത് കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തിരിക്കുന്നത്, അവരെ കണ്ടെടുത്തിരിക്കുന്നത് സർക്കാർ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സാഹചര്യം രാജ്യത്തുടനീളം ഭീകരവാദ സംഘടനകൾക്കെതിരെ കൃത്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി മുന്നോട്ട് വരികയാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് SDPIക്ക് ഇപ്പോൾ പൂട്ട് വീഴാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഫൈസിയെ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ SDP നേതാക്കന്മാരും പ്രവർത്തകരും നടത്തിയിരുന്നു. അപ്പോൾ ഇതും കൃത്യമായിട്ട് ഇപ്പോൾ NIAയുടെ ഒരു സൂചനാ സംവിധാനത്തിലുണ്ട്, അല്ലെങ്കിൽ NIAയുടെ ഒരു നിരീക്ഷണത്തിൽ ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ കയ്യിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് PFIയുടെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരിക്കലും SDP എന്ന് പറയുന്ന സംഘടനയെ മാറ്റി നിർത്താൻ സാധിക്കാത്ത രീതിയിലുള്ള നിരവധി ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും സംഘടനകൾ തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ഏകീകരണവും ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ SDP എന്ന് പറയുന്ന പ്രസ്ഥാനം എങ്ങനെ ഇവിടെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ജിഹാദ്, അതോടൊപ്പം തന്നെ ഇവരുടെ പ്രവർത്തകർ, പണം, ഇത് മൂന്നും
ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഇത് വ്യത്യസ്തമായിട്ട് സംഘടനകളെ പല ആശയമല്ല, ഒരാശയവും രണ്ട് സംഘടനയും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ രാജ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ട് ഇവർ നിരന്തരമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം 1992 ശേഷം നിരവധി ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് പല സംഘടനകളും ഭീകരവാദ പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുണ്ട്. ആ ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് സിമി എന്ന് പറയുന്ന സംഘടന. ഇവർക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു ഭീകര സംവിധാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്തുക, നിരവധി സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തുക, അവിടുത്തെ സാമ്പത്തിക സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാകുന്ന രീതിയിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരകൾ നടത്തുക. അപ്പോൾ ഇതിനോടകം തന്നെ നിരവധി ആളുകൾ മരിച്ചു. ഈ നിരവധി ആളുകൾ മരിക്കുന്നതോടൊപ്പം തന്നെ അന്ന് ഇവിടെ ഭരിച്ചിരുന്ന UPA എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ ഒരു രീതിയിലും ഈ സംവിധാനത്തിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾക്ക് പറയാനായിട്ട്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2008 മുംബൈ ഭീകരാക്രമണം നടത്തിയ ജിഹാദി ഭീകരവാദികൾക്കെതിരെയുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിനുശേഷം ഇവർ ആരൊക്കെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ഇതുപോലെ ആക്രമണം നടത്തിയിട്ടോ നമ്മൾക്ക് എന്ത് ഇതിനോടകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ UPA കോൺഗ്രസ് ഇവിടെ രൂപീകരിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഭീകരവാദികൾക്കെതിരെ പുതിയൊരു സംവിധാനം രൂപീകരിക്കപ്പെട്ടത്. അത് NIA ആണ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. പക്ഷേ ഈ ഏജൻസി 2014 വരെ ഇവരുടെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു രീതിയിലും അവർക്ക് ഇവിടെ ഈ രാജ്യത്ത് സജീവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം തന്നെയായിരുന്നു. കാരണം ഇവർക്കൊരു കൂച്ചുവിലുണ്ടായിരുന്നു. ഒരു പരിധി വിട്ടിട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വോട്ട് ബാങ്കിനെ ബാധിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ചില മതപണ്ഡിതന്മാർ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ അന്യായമായിട്ട് തടവിൽ പാർപ്പിക്കുകയും കള്ളക്കേസിൽ പെടുത്തുകയും ചെയ്യുന്നു. UAPA പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറുപ്പക്കാരെ തെറ്റായ രീതിയിലേക്ക് അനാവശ്യമായിട്ട് ഞങ്ങൾ ചെറുപ്പക്കാരെ രാജ്യവിരുദ്ധരാക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചില മതപണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് പല പ്രസ്താവനകളും വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ആ സമയത്ത് ഭീകരർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 2014 എന്ന് വെച്ചാൽ UPA അധികാരത്തിൽ നിന്ന് പോകുന്ന ആ ഒരു സമയം വരെ ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഭീകരവാദ സംഘടനകൾ ബോംബ് സ്ഫോടനം നടത്തിയിട്ടുണ്ടെന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട്. അതിന്റെ അവസാനമാണ് 2014 നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വന്ന അതേ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ബീഹാറിലെ പട്നയിൽ നടന്ന റാലിയിൽ പോലും ഭീകരവാദികൾ ആക്രമണം നടത്തി. അതിൽ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടിന് പങ്കുണ്ട്. ഈ വിഷയം തന്നെയാണ് NIA പറയുന്നത്. നരേന്ദ്രമോദിയെ വധിക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദികൾ ബീഹാറിലെ പട്നയിൽ ഇവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ആക്രമണമാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ഒരുപാട് കേസുകൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. 2047 ഇവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും SDPIയുടെ പോപ്പുലർ ഫ്രണ്ട് ബന്ധവും, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടും, അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ ED തെളിയിച്ചിരിക്കുകയാണ്. കൂടാതെ 12 വട്ടമാണ് SDPIയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിക്ക് ഹാജരാകാൻ വേണ്ടി ദില്ലി ED ഓഫീസിൽ ഹാജരാകാൻ വേണ്ടിയിട്ട് ED റിപ്പോർട്ട് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ പേപ്പർ കൊടുത്തിരുന്നത്. പക്ഷെ ഇതിനോടകം തന്നെ ഇത് കൈപ്പറ്റിയിട്ടും കൈപ്പറ്റാതെയും പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ പുച്ഛിച്ച് ചലന്ന നിലപാടായിരുന്നു യഥാർത്ഥത്തിൽ ഫൈസി സ്വീകരിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ ഫൈസിയെ ദില്ലി എയർപോർട്ടിൽ വെച്ചുകൊണ്ട് ED അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കൃത്യമായിട്ട് നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. വരാനിരിക്കുന്ന സമയങ്ങളിൽ SDPIയുടെ നിരോധനവും ഇതിനോടകം തന്നെ ഉണ്ടാകാനുള്ള എല്ലാവിധ സാഹചര്യവും ഒരുങ്ങിയിരിക്കുന്നു.